അപ്പോൾ നമ്മൾ ഇന്ത്യ പോലത്തെ രാജ്യത്ത് നമ്മളെ ഒരു ഗ്ലോബൽ അറിയപ്പെടുക എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഒരു എക്കണോമിക് കോൺസെൻട്രേഷൻ ലഭിക്കുക എന്ന് പറയുന്നതും ഇതേപോലത്തെ ഇവൻറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ അതൊരു ഗ്ലോബലി ഇതൊരു ട്രെൻഡാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലും അത് വളരെ സക്സസ് ആയിട്ട് വരുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഹഡിൽസ് കഴിഞ്ഞു, അതുപോലെ ഹൈദരാബാദിന് മെസ്സി വന്നു. പക്ഷെ കേരളത്തിൽ വരുന്നു പറഞ്ഞായിരുന്നു, പക്ഷെ വന്നില്ല. ഇപ്പോൾ കേരളത്തിലെ KLF നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ബിസിനസ് രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇത് കാരണം വരാൻ പോകുന്നത്? ഇത് തീർച്ചയായും ഒരു എക്കണോമിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ സാധനം എന്ന് വെച്ചാൽ ആ എക്കണോമി എപ്പോഴും ഇവൻറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ ഇവൻറ്റ് എത്രമാത്രം കൺസിസ്റ്റൻ്റായ ഇവൻറ്റുകൾ വരുന്നുണ്ടോ അതിന് മാത്രം ആ എക്കണോമി മൊത്തത്തിൽ അത് ഡെവലപ്പ് ആക്കും. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഗ്രോയിങ് എക്കണോമിയുടെ എവിടെ പോയി കഴിഞ്ഞാലും അവിടേക്കൊരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ഉണ്ട്. അത് നമ്മൾ കാലങ്ങളായിട്ടുള്ള ഇവൻറ്റ്, ഇപ്പോൾ പാരീസ് ആണെങ്കിലും ഇപ്പോൾ മിലാൻ ആണെങ്കിലും, ഇപ്പോൾ മിലാൻ നോൺ ഫോർ ദെയർ ഫാഷനാണ്. പാരീസ് ആണെങ്കിലും അവർക്ക് അവരുടേതായ കുറേ ഇവൻറ്റുകളുണ്ട്. ഈ ഇവൻറ്റുകളാണ് ശരിക്കും ഒരു മാർക്കറ്റിനെ പൊസിഷൻ ചെയ്യുന്നത്. ഇത് ശരിക്കും ആൻഷ്യൻ്റ് ഏജ് മുതൽ ഇവൻറ്റുകളുണ്ട്. ഇവൻറ്റുകൾ രണ്ട് രീതിയിലാണ്. പിലിഗ്രിം ലെവൽ ഇവൻറ്റുകൾ കൊല്ലങ്ങളായി നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതല്ലാതെ ഇതേപോലെ തന്നെ ബിസിനസ് ഇവൻറ്റുകൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ രണ്ട് ഇവൻറ്റുകൾ എന്താണെങ്കിലും അത് ആ സൊസൈറ്റിക്ക് ഭയങ്കരമായ ബെനിഫിറ്റ് ആ GDPക്ക് വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യ പോലത്തെ രാജ്യത്ത് നമ്മളെ ഒരു ഗ്ലോബൽ അറിയപ്പെടുക എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഒരു എക്കണോമിക് കോൺസെൻട്രേഷൻ ലഭിക്കുക എന്ന് പറയുന്നതും ഇതേപോലത്തെ ഇവൻറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ അതൊരു ഗ്ലോബലി ഇതൊരു ട്രെൻഡാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലും അത് വളരെ സക്സസ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം കേരളത്തിൽ മെസ്സി വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മെസ്സി വന്നാലുണ്ടാകാമായിരുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലും അതേപോലെ തന്നെ വിസിബിലിറ്റി, ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്ത്യ മുഴുവനും കേരളത്തിന് ആളുകൾ ശ്രദ്ധിക്കാം. ഇപ്പോൾ തെലങ്കാനയിൽ ഇപ്പോൾ മെസ്സി വരുന്നു, അവിടുത്തെ CM ആയിട്ട് അവർ ഫുട്ബോൾ കളിക്കുന്നു. അതുണ്ടാക്കുന്ന ഒരു ഓളം എന്ന് പറയുന്നത് അതിൻ്റെ അവിടെ ടിക്കറ്റ് എടുത്ത ആൾക്കാരുടെ വരുമാനമല്ല, അതിനപ്പുറത്ത് അതിനൊരുപാട് മാനങ്ങളുണ്ട്. കാരണം ഇതൊരു ആ ഇൻഡസ്ട്രി കുറച്ചുകൂടി റേസിംഗ് ആണ് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഇതിനൊരു ഉദാഹരണമാണ് സൗദി അറേബ്യ. ശരിക്കും ഒരു കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയ ഒരു എക്കണോമി. അവിടെ മെസ്സിയെ പോലത്തെ ഒരാളെ അവരെന്ത് ചെയ്യുന്നു, അവിടുത്തെ ടൂറിസം അംബാസഡറാക്കി മാറ്റുന്നു. അതിനുശേഷം അവിടെ CR7 അവിടെ വരുന്നു. അവിടെ ഫുട്ബോൾ ക്ലബ്ബിൽ അത്രയും ബില്യൺസ് ഓഫ് റുപ്പീസ് അവർ ചിലവാക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷേ അതിന് മുമ്പും ശേഷവും സൗദി അറേബ്യയുടെ GDPയും അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടോട്ടലുള്ള അപ്രോച്ച് മാറി. ഇപ്പം ഗ്ലോബൽ ബിസിനസ് ഒരുപാട് സൗദി അറേബ്യയിലേക്ക് വരാൻ തുടങ്ങി. സൗദി കുറേ കൂടി ഈ ഒരു മെസ്സേജ്, നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാറ്റം സൊസൈറ്റിയിൽ മറ്റുള്ള ആളുകളെ അംഗീകരിക്കണമെങ്കിൽ അതിന് ചില ഇവൻറ്റുകൾ കൊണ്ടും പിന്നെ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രാൻഡ് അംബാസഡേഴ്സിന് വെക്കുന്ന പോലെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും വളരെ ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കാലിക്കറ്റിൽ ഇപ്പോൾ KLF ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അതൊരു ഐഡൻറ്റിറ്റി ഇവൻ്റായി മാറി. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഹഡിൽസ് ഭയങ്കര വലിയ സക്സസ്സാണ്. ആ തുടർക്കഥയായിട്ട് ഒരുപാട്, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ KLFൻ്റെ തുടർക്കഥയായിട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റ് ഒരു സീരീസ് നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ടെക് ഫെസ്റ്റുകൾ ഇനിയൊരു സീരീസുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഏത് എക്കണോമിയെയും നമ്മൾ ഒരു നെക്സ്റ്റ് പൊസിഷൻ ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും അവിടെ ഒരു ഇവൻറ്റ്ഫുൾ ആക്കുക എന്നുള്ളതാണ്. അതിന് കൺസിസ്റ്റൻ്റായിട്ട് ഇവൻറ്റ്ഫുൾ ആക്കുന്നതാണ് ഏറ്റവും അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ദുബായ് അതിലൊരു ക്ലാസിക് എക്സാമ്പിളാണ്. ഈ ഇവൻറ്റ് കൊണ്ട് ഇവൻറ്റ്ഫുൾ ആക്കിയിട്ട് ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ദുബായ്. ബേസിക്കലി ദുബായിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യമായ പെട്രോളില്ല. പക്ഷെ അവർ ടൂറിസമായാലും മറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് കൊണ്ടും ഒരു ലീഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സാധനം അവർക്കറിയാം. അവരൊരു ഇവൻറ്റ് കഴിയുന്നതിന് മുമ്പ് അടുത്ത ഇവൻറ്റ് ഡിക്ലെയർ ചെയ്യും. ആ ഇവൻറ്റുകൾക്ക് കൺസിസ്റ്റൻസി ആൻഡ് കണ്ടിന്യൂഷൻ അവർ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഹഡിൽസ് വരികയാണെങ്കിലും ഇതേപോലത്തെ ഇവൻറ്റുകൾ വരികയാണെങ്കിലും ഇത് വൺസ് ഒരു ഇവൻറ്റ് വരുമ്പോൾ അത് പിന്നീട് അതിന് കണ്ടിന്യൂഷൻ ഉണ്ടായിട്ടില്ലെങ്കിലുള്ള പ്രശ്നം ഇതിനു വേണ്ടി ഡെവലപ്പ് ചെയ്ത ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ അട്രാക്ഷൻ കുറയുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ശരി, ഇപ്പോൾ ഉദാഹരണത്തിന് കാലിക്കറ്റ് ഒരു ബിഗ് ഇവൻറ്റ് വന്നു, അല്ലെങ്കിൽ കൊച്ചിയിലൊരു ബിഗ് ഇവൻറ്റ് വന്നു, അതേപോലത്തെ ഇവൻറ്റുകൾ പിന്നെ സമീപകാലത്തൊന്നും വരാതിരിക്കുമ്പോൾ ഇതിന് പ്രിപ്പയർ ചെയ്ത ഇൻഫ്രകളെല്ലാം വെറുതായി. അങ്ങനെയാണ് നമ്മളപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് ഇവിടെ കഴിഞ്ഞു, അതിനുശേഷം കണ്ടിന്യൂഷൻ വന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ന് വെച്ചാൽ അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ പിന്നെ പബ്ലിക് ഫണ്ട് പോയി, അതൊന്നും റിട്ടേൺ വന്നില്ല. പക്ഷേ ദുബായ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ഗ്ലോബൽ വില്ലേജ് എല്ലാ സീസണിലും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽസ് എല്ലാ സീസണിലും അവർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ദുബായിയുടെ പിന്നെ എക്സ്പോ സെൻറ്ററും അവരുടെ വേൾഡ് ട്രേഡ് സെൻറ്റേഴ്സും ഒക്കെ അല്ലേ 365 ഡേയ്സും എൻഗേജഡാണ്. ആ ഒരു
രീതിയിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അപ്പോഴാണ് അതുകൊണ്ട് ഗുണം ഉണ്ടാവുന്നുള്ളൂ. അതല്ലാതെ നമ്മൾ ഈ പ്രാവശ്യം ടൂറിസത്തിൻ്റെ ഏറ്റവും ടോപ്പ് ഇവൻറ്റ് ചെയ്ത് അടുത്ത പ്രാവശ്യം ഹെൽത്ത് കെയറിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പല ഇൻഫ്രകളും യൂസ് ചെയ്യപ്പെടുന്നില്ല. ഹോട്ടൽസ് പോലത്തെ ഫെസിലിറ്റികൾ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് കണ്ടിന്യൂഷനും കൂടി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഗൾഫ് ഫുഡ് എന്ന് പറയുന്നത് ഗ്ലോബലി ഒരു ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഫുഡ്, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പോയിട്ട് അവർ മാറ്റിയെടുക്കും. അതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അത്രയും ആ സമയങ്ങളിൽ ഒരു ടാക്സി പോലും നമുക്കവിടെ അവൈൽ ചെയ്യാൻ പറ്റാത്ത, ഒരു ഹോട്ടൽ റൂം പോലും കിട്ടാൻ പറ്റാത്ത രീതിയിൽ മാറ്റിയെടുത്തു. പിന്നെ നമ്മൾ ഇപ്പോൾ കൊറോണ കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഇവൻറ്റുകൾ കൊണ്ടാണ് ആദ്യം ഓപ്പൺ അപ്പ് ആയ ഇൻഡസ്ട്രിയാണ് ദുബായ് മാർക്കറ്റ്. കാരണം അവരാണ് ഫസ്റ്റ് വി ആർ റെഡി ഫോർ ടൂറിസം എന്ന് പറയുന്നു. അവരവരുടെ എല്ലാ ഇവൻറ്റുകളും പിന്നെ ഓപ്പൺ ആക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് പതുക്കെ എന്ത് ചെയ്തു, ആ എക്കണോമി പിന്നെ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ എൻ്റെ GCCയിലേക്ക് അതിൻ്റെ എക്സ്പാൻഷൻ വരുന്നു, ഇൻഡസ്ട്രി തന്നെ മാറി. അപ്പോൾ അതുകൊണ്ട് ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ അപ്പോൾ അതിൽ ദിശണാശാലികളായ വളരെ പഠനം നടത്തിയ ലീഡേഴ്സും അതിന് നല്ല കൺസൾട്ടിങ് അടക്കമുള്ള റിസർച്ച് ചെയ്യപ്പെടുന്ന ആളുകളൊക്കെ കൂടുള്ളൊരു ടീം ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഒരു ദീർഘകാല പ്ലാൻ, ഇവൻറ്റിനൊരു പ്ലാൻ വേണം. ഇവൻ്റ് ഒറ്റപ്പെട്ടിട്ട് എന്ത് ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. പിന്നെ നമ്മുടെ ഏത് നാടിനും അറിയപ്പെടാതെ കിടക്കുന്ന ഒരു USP ഉണ്ട്, അതിന് നമുക്ക് ഇവൻ്റ് ആക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ കൊച്ചി ബിനാലെ കുറേ കൂടി ആ രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുള്ള നെഗറ്റീവിനെ കുറേ കൂടെ നമ്മൾ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം ഒരിക്കലും APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, ദ സ്ട്രെങ്ത് ഓൺലി റെസ്പെക്ട് സ്ട്രെങ്ത്. നമ്മൾ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഉള്ള ആളുകൾ നമ്മളെ തേടി വരും. നമ്മൾ വീക്കാന്ന് പറഞ്ഞാൽ ആരും നമ്മളെ തേടി വരാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ ലീഡേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവായ പാർട്ടിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം പോസിറ്റീവ് പാർട്ടിനെ ഹൈലൈറ്റ് ചെയ്ത് അതൊരു ഇവൻറ്റിൻ്റെ പാർട്ടാക്കി മാറ്റി അതിൽ ത്രൂ GDPക്ക് കോൺട്രിബ്യൂഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതി.